അങ്കോലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 8ാം ദിവസവും തുടരുന്നു. പുഴയിൽ നിന്ന് സിഗ്നൽ കിട്ടിയതോടെ തിരച്ചിൽ ഇനി പുഴ കേന്ദ്രീകരിച്ചാകും. മൺകൂനയ്ക്ക് 40 മീറ്റർ അടുത്തു നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയാണ് ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാവുന്നത്. വിവരങ്ങളുമായി അവിടെ നിന്നും KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, രാവിലെ എപ്പോഴാണ് ഈ തെരച്ചിൽ ആരംഭിക്കുക, അതോ ആരംഭിച്ചു കഴിഞ്ഞു? അവിടെ തിരച്ചിൽ നടപടികൾ ആരംഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അല്പസമയം മുൻപ് സേനാ വിഭാഗങ്ങളുടെ വാഹനം അകത്തേക്ക് പോയിരുന്നു. നേരത്തെ സൈന്യം പിന്മാറുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ സൈന്യത്തിൻ്റെ വാഹനങ്ങൾ ഇന്ന് പതിവ് പോലെ തന്നെ അകത്തേക്ക് പോയിട്ടുണ്ട്. നിലവിലെ ഏതായാലും തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ കാലാവസ്ഥ വല്ലാത്ത പ്രതിസന്ധി ഇന്ന് സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് പുഴയിലാണ് ഇന്ന് തിരച്ചിൽ നടത്തേണ്ടത്. പുഴയിൽ ഈ വലിയ അടിയൊഴുക്കുണ്ട്, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒഴുക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധന എത്രത്തോളം ശ്രമകരമാണെന്ന് വേറെ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും വിദഗ്ധരായിട്ടുള്ള സംഘമൊക്കെയാണ് വന്നിട്ടുള്ളത്. നാവികസേനയുടെ പ്രത്യേക സംഘം ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുഴയിലെ കുത്തൊഴുക്ക് എന്നുള്ളത് അത് വല്ലാത്തൊരു കുത്തൊഴുക്ക് തന്നെയാണ്. നമ്മൾ ആ പുഴയുടെ തീരത്ത് ഇന്നലെ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഒപ്പം തന്നെ ഇപ്പോൾ നോക്കൂ, ഈ കാലാവസ്ഥ വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ പ്രശ്നം, പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴ ഇവിടെ പെയ്യുന്നുമുണ്ട്. പുലർച്ചെ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും അതിനൊരു തോർച്ച ഉണ്ടായിട്ടില്ല. ഏതായാലും നേവിയുടെയും NDRFിൻ്റെയും മുങ്ങൽ വിദഗ്ധർ ഈ പ്രദേശത്തുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് വന്ന ഈ പുഴയിലൊക്കെ ഇറങ്ങി പരിചയമുള്ള പരിശീലനം സിദ്ധിച്ച ആളുകൾ ഇവിടെയുണ്ട്. ഏതായാലും 25 പേർക്ക് മാത്രമേ ഈ രക്ഷാപ്രവർത്തന സംഘത്തിലേക്ക്, അതായത് പുറമേ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരിൽ 25 പേർക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അവർ കൂടി ചേർന്നിട്ടുള്ള തിരച്ചിലാവും ഇന്ന് നടക്കുക. ഇതോടൊപ്പം തന്നെ കരയിൽ പുഴയുടെ തീരത്തുള്ള കുറച്ച് ഭാഗത്തെ മണ്ണുകൂടി നീക്കാനുണ്ട്. ആ നടപടികളും ഇന്ന് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും കരയിലും അതുപോലെ തന്നെ പുഴയിലും ഇന്ന് രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഫോക്കസ് പുഴയിലേക്കാകും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആകാശ ദൃശ്യങ്ങളൊക്കെ കണ്ട മൺകൂനകൾക്ക് സമീപമാണ് നിലവിൽ ഇന്നലെ സിഗ്നൽ ലഭിച്ചത്. അതിൽ ഒരു 40 മീറ്റർ ദൂരെ ആണ് നമുക്ക് സിഗ്നൽ. ഈ മൺകൂനകളിൽ നിന്ന് ഈ മണ്ണിടിഞ്ഞ ഭാഗത്തേക്കുള്ള ആ ഭാഗത്ത് 40 മീറ്റർ വീതിയിലാണ്, 40 മീറ്റർ ദൂരത്താണ് ഇന്നലെ റഡാറിൽ സിഗ്നൽ കിട്ടിയത്. ഏതായാലും അതിൽ 8 മീറ്റർ ആഴമുണ്ട്. 8 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 25 അടിയിൽ മീതെയുണ്ട്. പുഴയുടെ ആഴം ഭയങ്കര അധികമാണ്. അഴിമുഖത്തോട് അടുക്കുന്നൊരു പ്രദേശമാണ്. അതിനാൽ തന്നെ ഇവിടേക്ക് ഇറങ്ങിയുള്ള പരിശോധന എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കലാണ് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു സൗകര്യം ഉള്ള, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പരിശീലനം സിദ്ധിച്ച ആളുകൾ തന്നെയാണ് ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ